രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ. എടാ, ഞാൻ ചോദിച്ചതല്ലോ നീ കേട്ടോ? നീ ആ പെണ്ണിനെ പ്രേമിക്കുന്നുണ്ടോ എന്ന്. ഇത്തവണ അവന്റെ ശബ്ദത്തിൽ നല്ല ദേഷ്യമുണ്ടായിരുന്നു. നോ. മറുപടി പറയാൻ ഒരൊറ്റ നിമിഷം വേണ്ടി വന്നില്ല അവന്. ഏ അല്ലേ? ഞെട്ടലോടെ പാർത്ഥൻ പിന്നെയും ചോദിച്ചു. അല്ല. കയ്യിൽ കിടന്ന് ഞരങ്ങുന്നവളുടെ തോളിൽ മെല്ലെ തട്ടി അവൻ ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറഞ്ഞതും ഈ അലവലാതിലൊക്കെ ചോദിക്കാൻ പോയ തന്നെയാണ് അടിക്കേണ്ടത് എന്ന രീതിയിൽ പാർത്ഥൻ ഫോൺ കട്ട് ചെയ്തു. ദേഷ്യത്തോടെയാണ് അവൻ കട്ട് ചെയ്തതെന്ന് മനസ്സിലായിട്ടും വംശി അതിനെ വലിയ ഗൗരവമായി എടുക്കാതെ തന്റെ നെഞ്ചിലേക്ക് പിന്നെയും പിന്നെയും ഒട്ടിക്കിടക്കുന്നവളെ അല്പം അകറ്റിക്കിടത്താനുള്ള പാടിലായിരുന്നു ആ നേരം. ഇത്തിരി നേരമൊന്നും കഴിഞ്ഞില്ല, വംശിയുടെ ഫോൺ പിന്നെയും വൈബ്രേറ്റ് ചെയ്തു. എന്താ പാർത്ഥ? എടാ, നീ എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് ആ പെണ്ണിനോട് മുടിഞ്ഞ പ്രേമമാണ്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത കാണിക്കാതെ മനസ്സിലൊരു ഇഷ്ടം ആ കുരുത്തം കെട്ടതിനോട് വേഗം പറയാൻ നോക്ക്. അല്ലെങ്കിൽ ഈ പെണ്ണിന് കോളേജിലൊക്കെ വലിയ ഫാൻ ഫോളോയിങ് ആണ്. അതിലേതെങ്കിലും ചുള്ളൻ ചെക്കൻ നല്ല റൊമാൻറ്റിക് ആയിട്ട് വന്നിട്ട് പെണ്ണിനെ പ്രപ്പോസ് ചെയ്ത് അടിച്ചോണ്ട് പോയാൽ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയ പോലെയാകും. അതുകൊണ്ട് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ നിന്റെ ഈ ബലം പിടുത്തം അങ്ങ് കളയ്. അല്ലാതെ ഏറും പിടിച്ച് നിന്നാലുണ്ടല്ലോ ആ പൂത്താങ്കിന് നിന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. അതുകൊണ്ട് ഒരു നല്ല കൂട്ടുകാരൻ തരുന്ന ഉപദേശമാണെന്ന് കരുതി ഞാൻ പറയുന്നത് പോയി കേൾക്ക്. വെറുതെ ജാടയും വലിച്ചു കയറ്റിയിരുന്നാൽ പെണ്ണ് കയ്യിൽ നിന്ന് പോകുമേ. അവസാനം പിന്നെ ഇവിടുത്തെ കടൽ തീരത്തോട് നിനക്ക് മാനസമൈനെ പാടി നടക്കാം. അതുകൊണ്ട് ബി ബി ഷെടയെന്നുള്ള ശബ്ദം കേട്ട് ഫോണിലേക്ക് നോക്കിയ പാർത്ഥൻ കാണുന്നത് അത് കട്ടായിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇവനെ പോലുള്ള മോശകോടനോട് പ്രേമത്തിന്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന തന്നെ വേണം തല്ലാൻ എന്നൊരു ആത്മഗതവും പറഞ്ഞ് മുന്നിലിരുന്ന ലാപ്പെടുത്ത് പാർത്ഥൻ പതിയെ ക്യാബിൽ നിന്നും ഇറങ്ങി. ഈ സമയം പാർത്ഥന്റെ സംസാരം കേട്ട് എരിപൊരി കൊണ്ട് ദേഷ്യത്തിൽ കിടക്കുകയായിരുന്നു വംശി. ഫാൻ ഫോളോയിങ്, അതും ഈ അടയ്ക്കാക്കുരുവിക്കോ? തള്ളി മറിക്കുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടേ? അവളുടെ മുഖം കാണും വിധം കൈകളിലേക്ക് കയറ്റിക്കിടത്തി അവൻ പെണ്ണിനെ നല്ലോണം മനസ്സിൽ പുച്ഛിച്ചു. ഒപ്പം അല്പം മുന്നേ അവളെ എത്ര അകത്തി കിടത്തിയോ അത്രത്തോളം പെണ്ണിനെ പിന്നെയും തന്നിലേക്ക് അടുപ്പിച്ച് കിടത്തിക്കൊണ്ടായിരുന്നു ചോദ്യങ്ങൾ അത്രയും. വംശിയുടെ കണ്ണുകൾ അവളുടെ മുഖത്തൂടെ ഒഴുകി. നല്ല സ്വർണ്ണ നിറമാണ് പെണ്ണിന്. ക്ഷേത്രത്തിൽ പോകുമ്പോഴൊക്കെ ഉടുക്കുന്ന പട്ടിന്റെ ധാവണിയിലും പാവാടയിലും അതിങ്ങനെ എഴുന്നു നിന്ന് പലപ്പോഴും കണ്ണുടക്കിയിട്ടുണ്ട്. പുരികങ്ങളെ മാരിവില്ലിനോട് ഉപമിക്കാൻ തോന്നും. അതുപോലെ വളഞ്ഞാണ് അതിന്റെ നിൽപ്പ്. കവികൾ വർണ്ണിക്കുന്ന പോലെ നീണ്ട മിഴികളാണ് പെണ്ണിന്. അതിങ്ങനെ കരിയൊക്കെ വരച്ച് നീട്ടി എഴുതുമ്പോൾ എന്തൊരു ചന്തമാണ്. നല്ല എഴുന്നു നീണ്ട മൂക്കാണ്. ഒരു വെള്ളക്കൽ മൂക്കൂത്തി ഉണ്ടായിരുന്നെങ്കിൽ അത് വെറുതെ ഇങ്ങനെ കിടന്നേനെ. ആ, അതും ഒരു ഭംഗി തന്നെ. വംശിക്ക് ആ നേരം അങ്ങനെയൊക്കെ തോന്നി. കുഞ്ഞു ചുണ്ടുകൾ, അത് നല്ല തെച്ചിപ്പഴത്തിന്റെ നിറത്തിൽ ചുവന്നിട്ടുണ്ട്. കവളുകളിൽ ചാറ് തൊട്ടെടുക്കാൻ പാകത്തിന് 4-5 മുഖക്കുരുകൾ, പിന്നെ എന്നൊക്കെയോ വന്നുപോയതിന്റെ കുറെ പാടുകളും. ശരിക്കും ഒരു കൊച്ചു സുന്ദരി തന്നെ. വംശിക്ക് പാർത്ഥൻ പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ലെന്ന് തോന്നി. ആ നിമിഷമാണ് അവൻ പറഞ്ഞ ഫാൻസ് അസോസിയേഷനും ആൺകുട്ടികളും ഒക്കെ പറഞ്ഞതിന്റെ ഓർമ്മ വംശിക്ക് വന്നത്. പെട്ടെന്ന് അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ ചിരി എവിടെയോ മാഞ്ഞുപോയി. അങ്ങനെ ആമ്പിള്ളേരെ നോക്കി നിൽക്കുന്ന ഭംഗിയൊന്നുമില്ല ഈ മത്തങ്ങ കണ്ണിക്ക്. ഒരു ആവറേജ്, അല്ലെങ്കിൽ പോട്ടെ ഒരിത്തിരി കൂടി. അതല്ലാതെ നിന്റെ ആങ്ങള പറയുന്ന പോലെ സുസ്മിത സെന്നോ ഐശ്വര്യയോ ഒന്നുമല്ല നീ. കേട്ടോടി കുരുട്ടടക്കെ. ഉറങ്ങിക്കിടക്കുന്ന പെണ്ണിന്റെ കവളിൽ എന്തിനു വേണ്ടി അവൻ നുള്ളിവിട്ടു. പെണ്ണ് വേദനയിൽ കണ്ണു ചുരുക്കി. അത് കണ്ടതും വംശിക്ക് പെട്ടെന്ന് കൈയെടുത്ത് സ്വതവേയുള്ള ഗൗരവം എടുത്തണിഞ്ഞു. നിന്നെ ആര് നോക്കിയാലും ഇവിടെ ആർക്കാ പ്രശ്നം? ആരെങ്കിലും നോക്കുകയോ പ്രേമിക്കുകയോ കെട്ടിച്ചോണ്ട് പോവുകയോ ചെയ്യട്ടെ, എനിക്കെന്താ? അതുവരെ കയ്യിൽ കിടത്തിയിരുന്നവളെ അവൻ കട്ടിലേക്ക് കിടത്തിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. നിന്റെ കൂടെ ഇവിടെ കിടന്നാൽ എന്റെ ജോലി നീ വന്ന് ചെയ്തു തരുമോ? ഇല്ലല്ലോ, അത് ഞാൻ തന്നെ വേണ്ടേ ചെയ്യാൻ? ഉറങ്ങിക്കിടക്കുന്ന പെണ്ണിനോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ടവൻ ലാപ്പെടുത്ത് കസേരയിലേക്ക് മാറിയിരുന്ന് ഓഫീസിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ആദ്യം മുതൽ തന്നെ തെറ്റാൻ തുടങ്ങി. തെറ്റിയ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ചെയ്തിട്ടും അതൊന്നും ശരിയാകുന്നില്ലെന്ന് കണ്ടതും വംശി പല്ലും കടിച്ചു പിടിച്ചുകൊണ്ട് ലാപ്പ് ആഞ്ഞടിച്ച് അതിൽ നിന്നും ചാടി എഴുന്നേറ്റു. അവന്റെ ആ ശബ്ദം കേട്ടാണ് പെണ്ണ് പിന്നെ കണ്ണു തുറന്നത്.
എന്താ വിച്ചേട്ടാ? എന്താ ഈ ശബ്ദം? ഭൂമി കുലുങ്ങിയതാ. എന്തേ? അവളെ നോക്കി ചാടി തുള്ളിക്കൊണ്ടവൻ പെട്ടെന്ന് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. പല നേരത്ത് പല ജാതി മനുഷ്യന്റെ സ്വഭാവങ്ങളാണ് ഇങ്ങേർക്ക്. അവൻ എന്തിനാണ് ദേഷ്യപ്പെട്ടത് എന്ന് മനസ്സിലാവാതെ പെണ്ണ് ചോദിച്ചു. ഈ നേരം അടുക്കളയിലേക്ക് വന്ന് തണുത്ത വെള്ളം അതുപോലെ എടുത്ത് കമഴ്ത്തുകയായിരുന്നു വംശി. ഐസ് പോലെ തണുത്ത വെള്ളം വായിലേക്ക് എടുത്തൊഴിച്ചിട്ടും അവന്റെ ചൂട് പിടിച്ച മനസ്സിന് അതൊന്നും ഏൽക്കുന്നുണ്ടായിരുന്നില്ല. ആ നേരത്താണ് പെണ്ണ് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കണ്ടത്. വയ്യാത്ത നിന്നോടാരാടി താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞത്? ഒറ്റ ചാട്ടമായിരുന്നു അവൻ. കുറച്ചു ദിവസമായി ഇല്ലാതിരുന്ന ഒച്ചപ്പാടും ബഹളവുമൊക്കെ പെട്ടെന്ന് അവനിൽ തിരിച്ചു വന്നെന്ന് കണ്ടതും പെണ്ണിന്റെ മുഖം വാടി. അവൾ അവനെ ഒന്ന് നോക്കി നിന്നിട്ട് ഒന്നും മിണ്ടാതെ തിരികെ കയറാൻ പോയതും വംശി അവൾക്കരികിലെത്തി കയ്യിൽ പിടിച്ചു നിർത്തി. നീ എന്തിനാ വന്നത്? ദേഷ്യമില്ലായിരുന്നെങ്കിലും ഗൗരവം കൂടുതലായിരുന്നു അവന്റെ ശബ്ദത്തിൽ. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. പെണ്ണ് മെല്ലെ പറഞ്ഞതും അവൻ അങ്ങ് വല്ലാതായി. വിശക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിന്നോടാരാ തിരിച്ചു കയറി പോകാൻ പറഞ്ഞത്? മനസ്സിലുണ്ടായ വല്ലായ്മ പുറത്തു കാണിക്കാതെ അവൻ ചോദിച്ചതും പെണ്ണും മറുപടി പറയാൻ നിന്നില്ല. നിന്റെ വായിലെന്തടി പൂച്ച വെറ്റി കിടക്കുകയാണോ? ഒറ്റപ്പിടുത്തത്തിൽ അവളെ അരികിലേക്ക് ചേർത്ത് നിർത്തി അവൻ ചോദിച്ചതും പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞു. പ്ലീസ് വിച്ചേട്ടാ, ദേഷ്യപ്പെടല്ലേ. എനിക്ക് വിച്ചേട്ടൻ ദേഷ്യപ്പെടുമ്പോൾ സങ്കടം വരിക. പറയുന്നതിനൊപ്പം തന്നെ പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. അതികൂടി കണ്ടതും വംശിക്ക് സ്വയം ദേഷ്യം തോന്നി. പോട്ടെ, കരയണ്ട. ഓഫീസിലെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ വല്ലാതെ ഡിസ്റ്റർബ് ആയിരുന്നു. അതാ, അല്ലാതെ നിന്നോടുള്ള ദേഷ്യമൊന്നുമല്ല. എന്തിനാണ് അവൾക്ക് അങ്ങനെയൊരു ന്യായീകരണം കൊടുത്തതെന്നൊന്നും അറിയില്ല. പക്ഷെ അവളുടെ സങ്കടം കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അവന്. നിനക്ക് വിശക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? വാ. അവൻ വിളിക്കേണ്ട താമസം പെണ്ണ് അവനൊപ്പം ചെന്നു. അടുക്കളയിലേക്ക് കയറി അവനെ സഹായിക്കാം എന്നുള്ള രീതിയിൽ പെണ്ണ് പിറകെ ചെന്നതും അവന്റെ ഒരൊറ്റ നോട്ടത്തിൽ അവൾ തിരികെ വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്നു. തലേന്നത്തെ പോലെ അവൾ എന്ത് ആഹാരം കഴിക്കുമെന്ന് തിട്ടമില്ലാത്തതുകൊണ്ട് അവൻ ചോറും ബിരിയാണിയും ഒക്കെ കുറുപ്പേട്ടനെ വിട്ട് വാങ്ങി അടുക്കളയിൽ കരുതിയിരുന്നു. അത് നന്നായി എന്നുള്ള രീതിയിലാണ് അന്ന് അവൾ ബിരിയാണി കഴിച്ചത്. ഉച്ച കഴിഞ്ഞും ഏതാണ്ട് അവനെ അടുത്തിരുത്തി തന്നെയാണ് പെണ്ണ് വിശ്രമിച്ചതും ഉറങ്ങിയതുമെല്ലാം. ഈ നേരമൊക്കെ പെണ്ണിനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നതിന് കഴിവതും ദേഷ്യപ്പെടാതെ തന്നെയാണ് വംശി മറുപടി നൽകിയതും അവളുടെ എല്ലാ രീതികൾക്കും ഒപ്പം നിന്നതും. ആ രാത്രിയും അവൾ അവനോടൊപ്പം തന്നെയാണ് കിടന്നത്. കിടന്ന് അല്പം കഴിഞ്ഞിട്ടും കട്ടിലിൽ കിടന്നവൾ ഉരുളുകയും പിരളുകയും ഒക്കെ ചെയ്യുന്ന കണ്ട് വംശി ജോലി ചെയ്യുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് ചെന്നു. ധാത്രി, എന്തടി, എന്തു പറ്റി? അവൻ ചോദിച്ചതും പെണ്ണ് കണ്ണും നിറച്ചവനെ നോക്കി. എന്താടാ, എന്തിനാ കരയുന്നേ? വേദനയുണ്ടോ നിനക്ക്? ചോദിക്കാനിരുന്ന പോലെ അവൾ വിതുമ്പുന്ന ചുണ്ടുകൾ കൊണ്ട് തലയാട്ടി. അത് കണ്ടതും അവന് പാവം തോന്നി. ചെക്കൻ കിടക്കുന്ന പെണ്ണിനരികിലേക്ക് ചെന്ന് ചേർന്നിരുന്നു. അവൻ ഇരിക്കേണ്ട താമസം പെണ്ണ് അവനോട് എത്രയും ഒട്ടിച്ചേർന്നിരിക്കാമോ അത്രയും ചേർന്ന് അവന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു. പെട്ടെന്നുള്ള അവളുടെ ആ പ്രവൃത്തിയിൽ വംശി ഒന്ന് ഞെട്ടിയെങ്കിലും അവളെ അകറ്റി മാറ്റാനോ വഴക്കു പറയാനോ നിന്നില്ലവൻ. അങ്ങനെ ചേർന്നിരുന്നവൾ വയറ്റിൽ കൈവച്ചുകൊണ്ട് ഇടയ്ക്കിടെ മുക്കലും മൂളലും പോലെ വേദനയെടുത്തതും വംശി അറിയാതെ തന്നെ അവന്റെ ബലിഷ്ഠമായ കൈകളാൽ അവളുടെ വയറ്റിൽ ഒന്ന് അമർത്തി പിടിച്ചു. അതുവരെ അറിയാതിരുന്നൊരു ചൂട് വയറ്റിലേക്ക് കിട്ടിയതും അവൾ ഒന്ന് പിടഞ്ഞു. അതിന്റെ പ്രതിഫലനം എന്ന പോലെ അവളുടെ കൈയും അവന്റെ കൈപ്പത്തിക്ക് മുകളിലേക്ക് അമർന്നിരുന്നു. പക്ഷെ അവൻ കൈ മാറ്റുകയോ അവൾ കൈ മാറ്റാനായി ശ്രമിക്കുകയോ ചെയ്തില്ല. ഇടയ്ക്ക് എപ്പോഴോ മെല്ലെ തടവി തടവി അവന്റെ കൈകൾ ടോപ്പിനുള്ളിലൂടെ അവളുടെ അണിവയറിനെ തൊട്ടതും പെണ്ണൊന്ന് പിടഞ്ഞു. ഒപ്പം അവന്. പക്ഷെ ആ വിരലുകൾ പിന്നെയും അവിടെ നിന്ന് മാറാതെ ആ നഗ്നമായ വയറ്റിൽ മെല്ലെ തടവി തടവി മാറി. പകലൊക്കെ കിടന്ന് ഒരുപാട് ഉറങ്ങിയെങ്കിലും കഴിക്കുന്ന ഗുളികയുടെ എഫക്റ്റിലും അവന്റെ കൈവിരലുകളുടെ ചൂടിലും പെണ്ണ് മനസ്സറിയാതെ തന്നെ പിന്നെയും കിടന്നുറങ്ങി. ആ നേരമൊക്കെ ഒരുവൻ അവൾക്ക് കാവലായി ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അറിയാതെയെങ്കിലും അവന്റെ സാന്നിധ്യം അകന്നു മാറുമ്പോൾ പെണ്ണ് ചിണങ്ങി എഴുന്നേൽക്കുന്നത് ശ്രദ്ധിച്ചവൻ രാത്രി മുഴുവനും ഒപ്പം ഇരിക്കുകയും കിടക്കുമ്പോൾ അവളെ കയ്യിൽ കയറ്റി കിടത്തി ഉറക്കുകയും ചെയ്തു. അന്ന് രാത്രി കഴിഞ്ഞ് പുലർച്ചെ കോളിംഗ് ബെല്ല് നീട്ടിയടിക്കുന്ന ശബ്ദം കേട്ടതും വംശിയാണ് ചാടി എഴുന്നേറ്റത്. സമയം നോക്കുമ്പോൾ 4 മണി. ഈ നേരത്തിന് ആരാണെന്നുള്ള സംശയത്തിൽ അവൻ ഫോണും കയ്യിലെടുത്ത് താഴേക്ക് ചെല്ലുമ്പോഴാണ് അവന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത്.
ദേവമ്മ കോളിംഗ് എന്ന് കാണിച്ചതും അവൻ പെട്ടെന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു. അവരെല്ലാവരും പുറത്തു വന്ന് നിൽക്കുന്നു. വന്നൊന്ന് വാതിൽ തുറക്ക് എന്ന് കേട്ടതും അവൻ വേഗം പോയി വാതിൽ തുറന്നു. മോന്റെ ഉറക്കം മുറിഞ്ഞു അല്ലേ? സാരമില്ല പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. മോനെ, നമുക്ക് രാവിലെ സംസാരിക്കാം അമ്മ. കൂടുതലൊന്നും പറയാതെ അവൻ പടികൾ ചവിട്ടുന്ന കണ്ടതും ദേവമ്മയും കല്യാണിയമ്മയും പരസ്പരം നോക്കി മുറിയിലേക്ക് പോയി. അകത്തെ മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ സിദ്ധിയെ കാണാതായതും അമ്മമ്മ ഞെട്ടിക്കൊണ്ട് ദേവമ്മയെ നോക്കി. സിദ്ധി മോൾ ഇവിടെ ഇല്ലല്ലോ ദേവമ്മേ. പറയുന്നതിനൊപ്പം അവൻ പുറത്തിറങ്ങിയതും കാണുന്നത് തിരിഞ്ഞു വന്നൊരു ബോട്ടിൽ വെള്ളവുമായി പോകുന്നവനെയാണ്. വംശി മോനെ, മോൾ എവിടെ? അവരുടെ ചോദ്യത്തിൽ വംശി ഒന്ന് പതറി. അവള് മുകളിൽ റൂമിൽ കിടന്നുറങ്ങുന്നുണ്ട്. കല്യാണിയമ്മ വരുന്നോ? മുഖത്തൊരു മാറ്റവും ഇല്ലാതെയുള്ള അവന്റെ ചോദ്യത്തിൽ അവർ ഇല്ലെന്ന് തലയാട്ടി. ഒന്ന് മൂളിക്കണ്ടവൻ മുകളിലേക്ക് കയറി. സത്യം പറഞ്ഞാൽ കല്യാണിയമ്മയുടെ മുഖത്ത് കണ്ട സംശയത്തിന്റെ പുറത്താണ് കയറി വരുന്നു എന്ന് ചോദിച്ചത്. ഒരു പക്ഷേ അവരെങ്ങാനും കയറി വന്ന് അവൾ തന്റെ മുറിയിൽ കിടക്കുന്ന കണ്ടിരുന്നെങ്കിൽ നാളെ തന്നെ മിക്കവാറും ഇവരെല്ലാം കൂടി പിടിച്ച് അവളെ കൊണ്ട് തന്നെ കെട്ടിച്ചേനെ. അവൻ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് മുറിയിലേക്ക് എത്തി. അകത്ത് കയറി റൂം ലോക്ക് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് തന്റെ കംഫർട്ടിൽ ആകെ പുതച്ചു മൂടി തല മാത്രം പുറത്തു കാണിച്ചുകൊണ്ട് കിടക്കുന്ന പൂച്ചക്കുട്ടിയാണ്. ഈ പെണ്ണ് ഉറങ്ങുമ്പോഴും ഒരു പൂച്ചയെ പോലാണല്ലോ. അവൻ മെല്ലെ പെണ്ണിന്റെ അരിയിലേക്ക് എത്തി അവളോട് ചേർന്ന് കിടന്നു. അതറിഞ്ഞ പോലെ പെണ്ണവനെ ഒട്ടി വന്ന് കിടന്നതും അവൻ അവളെ അടക്കി പിടിച്ച് കയ്യിലേക്ക് കയറ്റി കിടത്തി നെഞ്ചിലേക്ക് ചേർത്തു. ഇന്നും കൂടി നീ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കും. നാളെ നീ എന്ത് ചെയ്യും രാത്രി? നിനക്ക് വേണ്ടപ്പെട്ടവരൊക്കെ താഴെ എത്തിയിട്ടുണ്ട്. അവരാരെങ്കിലും ഇത് കാണണം. പറയുന്നതിനൊപ്പം അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് കിടത്തുമ്പോൾ നാളെ അവളില്ലായ്മ എങ്ങനെ തരണം ചെയ്യുമെന്നവൻ ആ നിമിഷം ഓർത്തില്ല. അപ്പോൾ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.